നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ബെന്യാമിന്റെ ആടുജീവിതം മലയാളികൾക്ക് സുപരിചിതമാണ്. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ ദാരുണ സാഹചര്യത്തിൽ 3-ലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ഈ കൃതി പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരമൊരു സാഹചര്യം അനുഭവിച്ച ഇന്ത്യക്കാരന്റെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 3.5 വർഷം മരുഭൂമിയിൽ ആടുജീവിതം നയിക്കേണ്ടി വന്ന ഉത്തർപ്രദേശ് സ്വദേശി ദിനേശ് തിവാരിക്ക് ഒരുപാട് നിയമ നടപടികൾക്കൊടുവിൽ നഷ്ടപരിഹാരം നൽകാൻ വിധിയായിരിക്കുകയാണ്. സൗദിയിലെ ദമാമിൽ സാമൂഹ്യ പ്രവർത്തകന്റെ സഹായത്തോടെ കോടതിയെ സമീപിച്ച ദിനേശ് തിവാരിക്കാണ് കോടതിയുടെ അനുകൂല വിധി കിട്ടിയിരിക്കുന്നത്. 4 വർഷം മുൻപ് വീട് വിട്ട് ജോലിക്കായി വന്ന ദിനേശ് തിവാരിയെ സ്പോൺസർ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു വിടുകയായിരുന്നു. 40 മാസം ജോലി ചെയ്ത ദിനേശ് തിവാരിക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ സ്പോൺസർ നൽകിയിരുന്നില്ല. ഒടുവിൽ മാസങ്ങൾക്ക് മുൻപേ ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് സാമൂഹ്യ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ദിനേശ് തിവാരിയെ മോചിപ്പിച്ച് ദമാമിലെത്തിച്ചത്. തുടർന്ന് കോടതിയിൽ സ്പോൺസർമാർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. അവധി കഴിഞ്ഞിട്ടും കരാർ പ്രകാരം തുക കൈമാറാൻ സ്പോൺസർമാർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ മേൽക്കോടതിയെ സമീപിച്ച് സ്പോൺസർമാരുടെ സിസ്റ്റം ബ്ലോക്ക് ചെയ്തതിനെ തുടർന്നാണ് നഷ്ടപരിഹാര തുക കൈമാറിയത്. ടിക്കറ്റ് കൂടി ലഭ്യമാകുന്നതോടെ അടുത്ത ദിവസം ദിനേശ് തിവാരിക്ക് നാട്ടിലേക്ക് തിരിക്കാനാകും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.